ഹലോ, വെൽക്കം ടു പെറ്റ്സ് ആൻഡ് ക്രാഫ്റ്റ്. ദിസ് ഇസ് അഞ്ജു. ഇന്ന് നമുക്ക് വിഷു ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറിൽ ചെയ്തെടുക്കാൻ പറ്റണ ഈ മയിൽപ്പീലിയുടെ ഡിസൈൻ ഡ്രസ്സിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. സെറ്റ് സാരിയിലോ കുട്ടികളുടെ ഉടുപ്പിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഇത് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഡ്രസ്സിൻ്റെ അടിയിൽ ഞാനൊരു ഉടുപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ അടിയിൽ ഇതേപോലെ ഫോൺ ഫുൾ ബ്രൈറ്റ്നെസ്സിൽ വെച്ചിട്ട് ആ പിക്ചറിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ സാരിയിൽ ബോർഡറിലൊക്കെയാണ് ചെയ്യണത്, ഒരേപോലത്തെ ഡിസൈൻ കുറേ വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു പേപ്പറിലേക്ക് കോപ്പി ചെയ്തിട്ട് ഒരു കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങും ചെയ്യാം. ഞാൻ ഇതേപോലെ ഒരു ബോർഡ് ബാക്കിൽ വെച്ചിട്ടാണ് പെയിൻറ്റിങ് ചെയ്യണത്. ഫെവിക്രിലിൻ്റെ അക്രിലിക് പെയിൻറ്റ്സും ഫാബ്രിക് പേൾ പെയിൻറ്റ്സുമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പിക്ചറിൻ്റെ കംപ്ലീറ്റ് ഭാഗത്തും വൈറ്റ് കളറിലുള്ള അക്രിലിക് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നല്ല ബ്രാൻഡഡ് പെയിൻറ്റ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ അത് കൂടെ പോരും. പേൾ പെയിൻറ്റ് ബ്രോൺസും ഗ്രീനും ഇതേപോലെ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുക. ബ്രോൺസ് ഇല്ലാത്ത ഭാഗത്ത് നമ്മൾ ബ്രോൺസ് ഉണങ്ങിയതിന് ശേഷം ഗ്രീൻ പേൾ പെയിൻറ്റും ഇതേപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. താഴെ ബേസ് കോട്ടായിട്ട് അടിച്ചിട്ടുള്ള വൈറ്റ് പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം മാത്രം അതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് ഏത് ലെയർ ആണെന്നുണ്ടെങ്കിലും താഴത്തെ ബേസ് നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം ചെയ്യാൻ. ഞാൻ അതിന് ശേഷം യെല്ലോ കളർ പേൾ പെയിൻറ്റ് വെച്ചിട്ട് ഉള്ളിൽ ഡിസൈൻ കൊടുക്കുകയാണ്. പെയിൻറ്റ് കുറച്ച് തിക്കായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഫാബ്രിക് മീഡിയം യൂസ് ചെയ്തിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കാം. റെഡ് കളർ ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് തന്നെ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ഞാൻ അതിന് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിനൊന്ന് സ്മഡ്ജ് ചെയ്ത് യെല്ലോയിലേക്ക് കൊണ്ടുവരികയാണ്. നടുവിലെ ബ്ലൂ പാർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ഒന്നും കൂടി ലെയർ ചെയ്തിട്ട് അതിന് ഔട്ട്ലൈൻ മാതിരി ബ്ലൂ കൊടുക്കുകയാണ്. അതിനെ വീണ്ടും ലയിപ്പിച്ചിട്ട് താഴത്തേക്ക് വൈറ്റിലേക്ക് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഏത് പെയിൻ്റ് ആണെങ്കിലും യൂസ് ചെയ്യാത്ത കുറച്ച് കാലം വെക്കുമ്പോൾ ചിലപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തുണിയിൽ പെയിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അതൊന്ന് ലൂസായിട്ട് കിട്ടണം, ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫാബ്രിക് മീഡിയമാണ് യൂസ് ചെയ്യുക, അല്ലാതെ വെള്ളം മിക്സ് ചെയ്തിട്ട് ചെയ്യരുത്. ഇതിപ്പോൾ ഇങ്ങനെ കളർ ഒന്ന് ലയിപ്പിച്ച് കൊണ്ടുവരാനുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ചെയ്തത്. നമ്മുടെ സാധാ ബഡ്സ് ഉപയോഗിച്ചിട്ട് ക്യൂട്ടിപ്പ് ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുത്താൽ ഈസി ആയിട്ട് സ്പ്രെഡായി കിട്ടും. അക്രിലിക് പെയിൻറ്റും ഫാബ്രിക് പെയിൻറ്റും ഒക്കെ കിട്ടണം അതേ ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഈ മീഡിയവും കിട്ടും മേടിക്കാൻ. അപ്പോൾ നമ്മളെപ്പോഴും ഫാബ്രിക്കിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ മീഡിയം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഈ ഓടക്കുഴൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോൾഡൻ കളറോ അല്ലെങ്കിൽ യെല്ലോ കളറോ ഓറഞ്ച് കളറോ യൂസ് ചെയ്യാം. ഞാൻ യെല്ലോ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിന് ഒരു റെഡ് കളർ ഔട്ട്ലൈൻ കൊടുത്തിട്ട് ആ ഔട്ട്ലൈനിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ബ്രോൺസ് കളറും നമുക്ക് ഓടക്കുഴലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ യെല്ലോ പെയിൻറ്റ് ചെയ്തതിൻ്റെ മുകളിൽ ബ്രോൺസ് ഒരു കോട്ട് കൊടുക്കുന്നുണ്ട്. ബ്രോൺസ് നേരിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ഉദിച്ച് കാണില്ല. ഇപ്പം അതിന് വേണ്ടിയിട്ടാണ് യെല്ലോ ബേസ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഏത് പെയിൻറ്റിങ്ങും ഔട്ട്ലൈൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഭംഗി വരിക. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഫാബ്രിക് പെയിൻറ്റിങ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പെയിൻറ്റിങ് ആണെങ്കിലും ഔട്ട്ലൈൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഫുള്ള് ഭംഗി എത്തുക. അപ്പോൾ ഞാനിപ്പോൾ ഓടക്കുഴലിൽ റെഡ് ഔട്ട്ലൈനും മറ്റു ഭാഗങ്ങളിൽ ബ്ലാക്ക് ഔട്ട്ലൈനുമാണ് ചെയ്യണത്. ഇനി നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ 3D ഔട്ട്ലൈനേഴ്സ് ഫാബ്രിക്കിൽ ചെയ്യാൻ പറ്റിയ ഔട്ട്ലൈനേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മയിൽപ്പീലി ബ്രഷിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് ചെയ്യാം. കാരണം പലർക്കും ബ്രഷ് കൊണ്ട് തിൻ ലൈൻസ് വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇങ്ങനത്തെ ഔട്ട്ലൈനേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ മയിൽപ്പീലിയുടെ ഈ ലൈൻസ് വരച്ചെടുക്കാൻ പറ്റും. ഞാൻ മയിൽപ്പീലിക്ക് ബ്ലാക്കും അതിൻ്റെ മുകളിൽ മാത്രമായിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഗോൾഡൻ ഔട്ട്ലൈനുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഏത് കളർ ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടം തന്നെയാണ്. ഈ പെയിൻറ്റിങ് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഫാബ്രിക് മീഡിയം ഒരു കോട്ടൊന്നാക്കി കൊടുക്കാം. ഉണങ്ങിക്കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ടിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഇത് വാഷ് ചെയ്താലൊന്നും പോവില്ല. ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.